കണ്ണേ കരളെ VSC. കേരളത്തിലുടനീളം ചെങ്കൊടി താഴ്ത്തിക്കെട്ടിക്കൊണ്ട് ഈ മുദ്രാവാക്യം അലയടിക്കുന്നുണ്ടാകും ഇപ്പോൾ. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ജനനായകരിൽ ഒരാൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും കർക്കശക്കാരനായ നേതാവും സംഘാടകനും പ്രക്ഷോഭകാരിയും എന്ന അവസ്ഥയിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കും അതീതമായി ജനകീയനായ ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താവായി മാറിയ VS. അഴിമതിയോടും അനീതികളോടും കലഹിച്ച് പാർട്ടിയോട് പോരടിച്ച സഖാവ് VS. അടിമുടി കമ്മ്യൂണിസ്റ്റുകാരനാണ് VS. അദ്ദേഹത്തിന് അങ്ങനെ അല്ലാതെ ആകാനുമാകില്ല. കാരണം VSലെ കമ്മ്യൂണിസ്റ്റിനെ രൂപപ്പെടുത്തിയത് സാക്ഷാൽ P. കൃഷ്ണപിള്ളയാണ്. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി 1923 ഒക്ടോബർ 20-നാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വിപ്ലവകാരിയുടെ ജനനം. 4.5 വയസ്സുള്ളപ്പോൾ അമ്മയും 11 വയസ്സുള്ളപ്പോൾ അച്ഛനും മരിച്ച് ഒറ്റപ്പെട്ട ബാല്യമായിരുന്നു VSന്റേത്. 7-ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന VS പിന്നീട് ജൗളിക്കടയിലും തുടർന്ന് കയർ ഫാക്ടറികളിലും ജോലി ചെയ്തു. നിവർത്തന പ്രക്ഷോഭം നാട്ടിൽ കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലത്ത് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട അച്യുതാനന്ദൻ 1938-ൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി ചേർന്നു. തുടർന്ന് പുരോഗമന പ്രസ്ഥാനങ്ങളിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായ അദ്ദേഹം 1940-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്താനായി അച്യുതാനന്ദനെ P. കൃഷ്ണപിള്ള കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് വിട്ടു. പിന്നീട് അങ്ങോട്ട് വിപ്ലവ പോരാട്ടങ്ങളുടെ VS യുഗമായിരുന്നു. 1946-ൽ പുന്നപ്രയിലെ പോലീസ് ക്യാമ്പ് ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ പ്രധാനിയായിരുന്നു VS. അന്ന് പൂഞ്ഞാർ പോലീസ് പിടിയിലായിരുന്നപ്പോൾ മർദ്ദനമേറ്റു. ലോക്കപ്പിൽ അനുഭവിച്ചത് കൊടിയ മർദ്ദനം. പോലീസുകാർ തോക്കിന്റെ ബയണറ്റ് കാൽവെള്ളയിൽ തുളച്ചിറക്കി കാലുകൾ ജയിലഴികൾക്കിടയിൽ കെട്ടിവെച്ച് കാൽപാദങ്ങൾ തല്ലിപ്പൊളിച്ചു. മർദ്ദനത്തിൽ മരിച്ചെന്ന് കരുതി ജഡം കാട്ടിലുപേക്ഷിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇതിന് സഹായിയായിരുന്ന ഒരു കള്ളനാണ് ഞരക്കം കേട്ട് പാലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. പുന്നപ്ര വയലാർ സമരത്തിന്റെ പേരിൽ VS 3 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു. രാഷ്ട്രീയ ജീവിതത്തിൽ VS 5 വർഷവും 8 മാസവും ജയിൽ ജീവിതവും 4.5 വർഷം ഒളിവ് ജീവിതവും നയിച്ചിട്ടുണ്ട്. അങ്ങനെ യൗവനകാലം മുഴുവൻ വേട്ടയാടപ്പെട്ടവനായി VSന് ജീവിക്കേണ്ടി വന്നു. എന്നാൽ ഇവയ്ക്കൊന്നും കെടുത്തിക്കളയാനാകാത്ത വിപ്ലവാഗ്നിയായി പടർന്ന VS ഒടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലുമെത്തി. അപ്പോഴും ജനങ്ങളുടെ നേതാവെന്നതായിരുന്നു VSന് ഏറ്റവും ചേരുന്ന വിശേഷണം. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, CPM സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം, LDF കൺവീനർ, അങ്ങനെ ഇടത് രാഷ്ട്രീയത്തിന്റെ എല്ലാ പദവികളും അലങ്കരിച്ച ഒരു മനുഷ്യൻ. 1952-ൽ VS അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1954-ൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായ VS 56-ൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1959-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൗൺസിൽ അംഗം. 64-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 2ആയി പിളർന്നതോടെ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായി. 1964 മുതൽ 70 വരെ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ ജില്ലാ സെക്രട്ടറിയായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് വഴിവെച്ച 64-ലെ ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി CPM രൂപീകരിച്ച കേരളത്തിൽ നിന്നുള്ള 7 നേതാക്കളിൽ ഒരാളായിരുന്നു VS അച്യുതാനന്ദൻ. 1980 മുതൽ 91 വരെ 3 തവണ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി. 86 മുതൽ 2009 വരെ 23 വർഷം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ അംഗത്വം. 1965 മുതൽ 2016 വരെ 10 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. ഒടുവിൽ മത്സരിച്ച 2016-ലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം മൊത്തം 7 തവണ വിജയം. 92 മുതൽ 96 വരെ, 2001 മുതൽ 2006 വരെ, 2011 മുതൽ 2016 വരെ കേരള നിയമസഭകളിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. 1998 മുതൽ 2001 വരെ ഇടതുമുന്നണിയുടെ കൺവീനറായി പ്രവർത്തിച്ചു. ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. 2006 മെയ് 18-ന് കേരളത്തിന്റെ 11ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ VSന് 83 വയസ്സ്. സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒട്ടേറെ ജനക്ഷേമ പരിപാടികൾക്ക് VS തുടക്കമിട്ടു. മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കലിന് പ്രത്യേക ദൗത്യ സംഘത്തെ നിയോഗിച്ച് VS നടത്തിയ ഓപ്പറേഷൻ മൂന്നാർ എന്ന പദ്ധതി ഏറെ ശ്രദ്ധേയമായിരുന്നു. സ്വന്തം നിലപാടുകളിൽ നിന്ന് അണുവിട മാറാതെ നിന്നുകൊണ്ടുള്ള ഭരണനിർവഹണം അദ്ദേഹത്തെ കേരളത്തിലെ ജനപ്രിയ മുഖ്യമന്ത്രിയാക്കി മാറ്റി. വിവാദം സൃഷ്ടിച്ച സ്മാർട്ട് സിറ്റി കരാർ പരിഷ്കരിച്ച് ഒപ്പുവയ്ക്കാനും VS അച്യുതാനന്ദന് കഴിഞ്ഞു. അഴിമതിക്കാരെയും കുറ്റവാളികളെയും തിരഞ്ഞുപിടിച്ച് നിയമത്തിന് മുന്നിലെത്തിക്കാൻ നടത്തിയ പോരാട്ടങ്ങൾ കേരളത്തിന് പുറത്തും അദ്ദേഹത്തിന് പ്രശസ്തി നേടിക്കൊടുത്തു. നെൽവയൽ നികത്തലിനെതിരെ തുടങ്ങിയ സമരം മുല്ലപ്പെരിയാർ, വാഗമൺ, പൂയംകുട്ടി, മതികെട്ടാൻ മലയിലെ വനം കയ്യേറ്റം, ജലചൂഷണം തുടങ്ങിയവ മുന്നിൽ നിന്ന് നയിച്ചു.
മുഖ്യമന്ത്രിയായിരിക്കെ മൂന്നാർ കയ്യേറ്റമൊഴിപ്പിക്കൽ പോലുള്ള നീക്കങ്ങളും മലയാളി കണ്ടു. എടുത്ത നിലപാടുകളുടെ പേരിൽ വികസന വിരോധിയെന്നും വെട്ടിനിരത്തൽ വീരനെന്നും വിശേഷിക്കപ്പെട്ടിട്ടും കൂസാതെ ഉറച്ചുനിന്നു. മലപ്പുറവുമായി ബന്ധപ്പെട്ട വിഭാഗീയ പരാമർശങ്ങൾ വ്യാപകമായി വിമർശനത്തിനിടയാക്കി. മലപ്പുറത്തെ കുട്ടികൾ കോപ്പിയടിച്ചാണ് ജയിക്കുന്നതെന്ന പരാമർശം അദ്ദേഹം തിരുത്തിയില്ല. ചെങ്ങറയിൽ സമരം ചെയ്ത കേരളത്തിലെ ജനതയെ മോഷ്ടാക്കളെന്ന് ആക്ഷേപിച്ചതും ഈ സമരനായകന്റെ ചരിത്രം എഴുതുമ്പോൾ വിസ്മരിക്കാൻ കഴിയില്ല. സ്വന്തം കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയ വഴിത്തടത്തിലൂടെയായിരുന്നു VS അച്യുതാനന്ദന്റെ രാഷ്ട്രീയ ജീവിതം നടന്നു തീർന്നത്. ഇതിനെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യവുമായി വിളക്കിച്ചേർക്കാൻ കഴിഞ്ഞിടത്ത് VSനെ ഒറ്റപ്പെടുത്താനുള്ള പാർട്ടിയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. പാർട്ടിക്കുള്ളിൽ VS നടത്തിയ ആശയ സമരങ്ങളോട് CPMന്റെ ഉള്ളിൽ തന്നെ ഇന്നും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. താൻ പഠിച്ച മൂല്യങ്ങൾക്ക് മുറിവേൽക്കുന്നു എന്ന് തോന്നിയിടത്തെല്ലാം ആർത്തലയ്ക്കുന്ന കലഹങ്ങളുടെ കടൽത്തിരയായി VS. പാർട്ടി തെറ്റെന്ന് വിധിയെഴുതിയ പലതും VSന് രാഷ്ട്രീയ ശരികളായത് അങ്ങനെയാണ്. അച്ചടക്ക ലംഘനമെന്ന പാർട്ടിയും ഉത്തരവാദിത്തമെന്ന VSും കരുതിയ ആശയ സമരങ്ങൾ ആ ജീവിതത്തിൽ ഉടനീളമുണ്ടായിരുന്നു. ജയിലിൽ കിടക്കവേ പണ്ട് സൈന്യത്തിന് രക്തം നൽകാൻ നടത്തിയ നീക്കം തെറ്റായിരുന്നു എന്ന് പറഞ്ഞ നേതൃത്വത്തിന്റെ യുക്തി കണ്ട് അമ്പരന്നിട്ടുണ്ട് VS. അവഗണിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവിൽ VS പിന്നീട് നടത്തിയ ചെറുത്തുനിൽപ്പിനെ വിഭാഗീയത എന്ന പേരിൽ CPM ചരിത്രം അടയാളപ്പെടുത്തി. പാർട്ടി ജനങ്ങളിൽ നിന്ന് അകലുന്നു എന്നായിരുന്നു VSന്റെ ബോധ്യം. ആ ജനത ഒന്നല്ല 2 തവണ നേതാവിനായി തെരുവിലിറങ്ങി. അവിടെയും പാർട്ടി തോറ്റു. നാട് ഭരിച്ച 5 ആണ്ടുകാലവും പാർട്ടിയിലെ ആശയ സമരമുഖത്ത് തുടർന്നു. പലരും വിചാരിച്ചതോ പ്രവചിച്ചതോ പോലെ പുറത്തേക്കല്ല VS ഒരു കാലത്തും നടന്നത്. ലാവ്ലിൻ പോരാട്ടത്തിന്റെ മൂർധന്യത്തിലാണ് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ KK രമയെ ആശ്വസിപ്പിക്കാനുള്ള യാത്രയിൽ നിന്ന് അദ്ദേഹത്തെ തടയാൻ പാർട്ടിയുടെ ഒരു തിട്ടൂരത്തിനും കഴിഞ്ഞില്ല. ഈ കുറ്റപത്രങ്ങൾക്കെല്ലാം ഒടുവിലാണ് ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനത്തിന് കൊടിയുയരുന്നതിന്റെ തലേന്ന് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ അച്യുതാനന്ദന് പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുറന്നടിച്ചത്. 2015 ആലപ്പുഴ സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോരേണ്ടി വന്നതായിരുന്നു പാർട്ടി ജീവിതത്തിൽ VSന് ഏറ്റവും കനം അനുഭവപ്പെട്ട സന്ദർഭം. 7ാം തരം വരെ മാത്രം പഠിച്ച VSന്റെ പാഠശാല ജനങ്ങളായിരുന്നു. ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ വികാരവും വിചാരവും പങ്കുവെച്ച് നേടിയ അറിവ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്തും പാർലമെന്ററി രംഗത്തും ഇത്രയേറെ സ്വീകാര്യനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് രാജ്യത്ത് തന്നെ വേറെ ഉണ്ടാവില്ല. ഇടിച്ചു നിരത്തപ്പെട്ട കുന്നുകളും വെട്ടിയൊതുക്കിയ വനസ്ഥലികളും കുടിയിറക്കപ്പെട്ട മനുഷ്യരും സഹായിയുടെ ഇടംകൈയിൽ വലം കൈയൂന്നി നടന്നെടുക്കുന്ന ഒരു വയോധികനെ ഇപ്പോഴും നോക്കിയിരിക്കുന്നുണ്ട്. ഇതിന് പകരം വീട്ടാൻ CPMന് ഒരാളില്ല. ആ ശൂന്യതയുടെ പേരുകൂടിയാണ് VS. പോരാട്ടങ്ങളിലൂടെ നായകന്റെയും പ്രതിനായകന്റെയും വേഷം VS മാറി മാറി അണിഞ്ഞു. കേരളത്തിലെ ജനഹൃദയങ്ങളിൽ ആ സമരതാരകം ചുവന്നു തന്നെ നിൽക്കും, കാലം എത്ര കഴിഞ്ഞാലും മങ്ങാതെ. നമ്മെ കടന്നുപോയതൊരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയാണ്. സമരനായകന് സഖാവിന് വിട.